ഹായ് ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ആവശ്യം നല്ല പെട്ടെന്ന് വെളുക്കുന്ന ഒരു ഫേസ്. പെട്ടെന്ന് വെളുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പെട്ടെന്ന് ചുളിവ് മാറാൻ എന്താണ് ചെയ്യേണ്ടത്? സോ ഏത് സൗന്ദര്യ സംരക്ഷണത്തിൻ്റെയും മുന്നിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് പെട്ടെന്ന് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളതാണ്. നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഇന്നൊരു വീഡിയോ കാണാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് തരികയും വരകളൊക്കെ മാറുകയും ഫൈൻ ലൈൻസ് ഒക്കെ മാറുകയും ചെയ്യുന്ന ഒരു ഈസി ആയിട്ടുള്ള കുറച്ച് റെമഡീസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മളുടെ അലുവേറ ജെൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾക്കിന്ന് പെട്ടെന്ന് വെളുക്കാനുള്ള കുറച്ച് ടിപ്സ് നോക്കാം. ഫൈൻ ലൈൻസ് ഒക്കെ പോകാനായിട്ടും ഫേസിനെ ഒരു യുവത്വമുള്ള ഒരു സ്കിന്നാക്കി മാറ്റാനായിട്ടും. ഞാൻ ജസ്റ്റ് കുളിച്ചിട്ട് വന്നിരുന്നതാണ്. നമ്മളുടെ ബ്ലാക്ക് ഹെന്നയാണ് ഞാൻ ഇന്നിട്ടിരിക്കുന്നത്. ഗോൾഡൻ ഓറയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നത്. ബ്ലാക്ക് ഹെന്നയാണ്. ആരോ ചോദിച്ചു ഇത് എന്താണ് ഹെയർ എക്സ്റ്റൻഷൻ ആണോ എന്ന് ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഞാൻ കാണിക്കുക? ഇത് ഹെയർ എക്സ്റ്റൻഷൻ ഒന്നും അല്ല കേട്ടോ. സോ ഇങ്ങനെ കാണിക്കാം. ഇത് ഒറിജിനൽ തന്നെയാണ്. നമ്മൾ ഒറിജിനലും പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളിലും മാത്രമേ വിശ്വസിക്കുന്നുള്ളത് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അലുവേറ വളരെ സിമ്പിൾ ആണെങ്കിലും പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്യൂട്ടി കെയറിൽ. എക്സ്പെഷ്യലി സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ആൻറ്റി ഏജിങ്ങിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അലുവേറ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു യെല്ലോ കറ നമ്മൾ കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മുഖം മൊത്തം ചൊറിയും. അതിനുവേണ്ടി നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് 6 മണിക്കൂർ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം എടുക്കാൻ. ഇത് ഞാൻ ഇപ്പൊ കട്ട് ചെയ്താണ് നിങ്ങളെ കാണിക്കാനായിട്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ 6 hours വെള്ളത്തിൽ വെച്ച അലുവേറ തന്നെയാണ്. അലുവേറ എടുത്തിട്ട് നമ്മൾക്ക് സൈഡിലുള്ള മുള്ളൊക്കെ കളയാൻ, അത് നമ്മുടെ കൈയിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. എന്നിട്ട് അതിനകത്തുള്ള ജെല്ലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നിനെ ഗ്ലോ ചെയ്യാനും ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മളുടെ സ്കിൻ ഡള്ളാകുന്നതിനെ റെഡ്യൂസ് ചെയ്യാനും നമ്മൾക്കൊരു നാച്ചുറൽ ഗ്ലോ എൻഹാൻസ് ചെയ്ത് തരാനും ഡാർക്ക് സ്പോട്ടിനെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അലുവേറ. അതുപോലെ തന്നെ ഡീപ്പ് ഹൈഡ്രേഷൻ ചെയ്യാനായിട്ട് അലുവേറ നമ്മളുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. മോയ്സ്ചർ നമ്മുടെ സ്കിന്നിലേക്ക് ലോക്ക് ചെയ്ത് വെക്കുന്നതാണ്. ഇങ്ങനെ ഇതിന്റെ തോല് കളഞ്ഞിട്ട് നമുക്ക് അതിനകത്തുള്ള ജെല്ലെടുക്കാം. അതുപോലെ ആന്റി ഏജിങ്ങിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. ഇതിനകത്തുള്ള ആന്റി ഓക്സിഡൻസ് ലൈക്ക് വിറ്റമിൻ സി ആൻഡ് ഇ നമ്മളുടെ സ്കിന്നിന്റെ ഏജിങ്ങിനെ റെഡ്യൂസ് ചെയ്ത് ഫൈൻ ലൈൻസിനെ റെഡ്യൂസ് ചെയ്ത് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അതായത് സ്കിന്നിന് നല്ല ഒരു യുവത്വമുള്ള ഗ്ലോ തരുന്നതാണ്. അതുപോലെ തന്നെ സ്കിന്നിനുള്ള ഇറിറ്റേഷനെ സൂത്ത് ചെയ്ത് സൺ ടാനിനെ ഒക്കെ മാറ്റുന്നതാണ്. സെൻസിറ്റീവ് സ്കിന്നിനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഇത് ആക്നെ മുഖക്കുരുവിനെ കൺട്രോൾ ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇതിലെ ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആണ് നമ്മളെ അതിനെ സഹായിക്കുന്നത്. അതുപോലെ നമ്മളുടെ സ്കിന്നിനെ ഏത് വിധത്തിലും റിപ്പയർ ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് അലുവേറ. ഇതുപോലെ ജെല്ലെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ബീറ്റർ വെച്ചാണ് ഇന്ന് ബീറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാം തന്നെ നന്നായിട്ട് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ വന്നിട്ട് നമ്മളുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാനായിട്ട് ഈസി ആക്കി നമ്മൾ അതിനെ റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിടുക. ഒരു ബീറ്റർ വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ്. അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതാ അലുവേറ ജ്യൂസ് ആയിട്ട് നമ്മൾക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എല്ലാ സ്കിൻ കെയറും കാണിക്കാൻ പോകുന്നത്. വളരെ നീറ്റ് ആയിട്ടുള്ള വെസൽസും പാത്രങ്ങളും ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ നിന്നും നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് 3 സ്പൂണാണ്. ആദ്യത്തെ സ്കിൻ കെയറിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് 3 സ്പൂൺ എടുത്തിട്ട് നമ്മൾക്ക് അതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കടയിൽ അത് ഈസി ആയിട്ട് 2 3 ക്യാപ്സൂളൊക്കെ അവൈലബിൾ ആണ്. അത് എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. നിങ്ങൾക്ക് ഏത് വേണം, ഒരു പച്ച കളറിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ വൈറ്റമിൻ ഇ നിങ്ങൾക്ക് ബോട്ടിലിൽ ലിക്വിഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് വൈറ്റമിൻ ഇ ഉപയോഗിക്കരുത്. 2 3 ഡ്രോപ്സ് മാത്രമാണ് നല്ലത്, അല്ലെങ്കിൽ ക്ലോഗ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വൈറ്റമിൻ ഇ അതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചിട്ട്
നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എപ്പോഴും ഓർക്കുക, ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം. ഞാൻ കയ്യിൽ കാണിക്കുന്ന എല്ലാ പായ്ക്കും എപ്പോഴും എനിക്ക് കയ്യിൽ കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി രാവിലെ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. എപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു പായ്ക്കോ എന്തെങ്കിലും ഒക്കെ ഇടുന്നത് കാരണം വീഡിയോ എടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില ദിവസം കാണിക്കും, ചില ദിവസം കാണിക്കാത്ത. ഇങ്ങനെ തേച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളയുകയൊന്നും വേണ്ട, അത് ഫേസിൽ തന്നെ ഇരുന്നോട്ടെ, അത്രയ്ക്കും നല്ലതാണ്. രണ്ടാമത് നമ്മളിപ്പോൾ കുറച്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ അലോവേറ ജ്യൂസിൽ നിന്ന് തന്നെ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സ്വീറ്റ് ബദാം ഓയിലും വളരെ നല്ലതാണ്, ആൽമണ്ട് ഓയിൽ നല്ലതാണ്. ഇത് വെളിച്ചെണ്ണ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. വെളിച്ചെണ്ണ ഡയറക്റ്റ് ആയിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ അലോവേറ ജെല്ലിലൊക്കെ അലോവേറ ജെല്ലല്ല, അലോവേറ ജ്യൂസിലൊക്കെ മിക്സ് ചെയ്തിട്ട്, ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജ്യൂസിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തേക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ് ആകുന്നതാണ് ഫേസ്. നിങ്ങൾക്കിത് ഫേസിലും ഡാർക്ക് നെക്കൊക്കെ ഉണ്ടെങ്കിലും അണ്ടർ ആം ഡാർക്ക്നെസ്സിനും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 days എങ്കിലും ഉപയോഗിച്ചാലേ ചെറിയ വ്യത്യാസമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ, നിങ്ങളുടെ സ്കിൻ അത്രയ്ക്കും ഡാമേജ് ആണെങ്കിൽ. ഇനി നമ്മൾ നമ്മളുടെ സ്റ്റോറിലുള്ള ആന്റി ഏജിങ് പൗഡറും അലോവേറയുടെ ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് ആണ് ഇടാൻ പോകുന്നത്. ഇതിന് നല്ല ഒരു പ്രയോജനം കിട്ടും നിങ്ങൾക്ക്. സ്കിന്നിനെ വൈറ്റ് ആക്കാനും ഡാർക്ക് സ്പോട്ടൊക്കെ പോകാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ പോകാനും സ്വൈൻ ലൈൻസും ഒക്കെ മാറാനും ഏജിന്റെ സൈൻസ് ഒക്കെ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മളുടെ ആന്റി ഏജിങ് പൗഡറിൽ നമ്മൾ 32 ഹെർബ്സ് ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഈ പ്രോഡക്റ്റ്. നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ വീഡിയോയിലോ കാണിച്ചിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത്. കമന്റ് ഇട്ടാൽ അവിടെ അതിന് റിപ്ലൈ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ സ്കിൻ കെയർ. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് പറയൂ. എവിടെ നിന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അലോവേറ സൗന്ദര്യ സംരക്ഷണത്തിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മളുടെ ഫേസിൻ്റെ മോയ്സ്ചർ നിലനിർത്താനും ഫേസിനെ പളപളന്നാക്കാനും ഫേസിന് പെട്ടെന്ന് കളർ തരാനും ഫേസിലേക്ക് ഏറ്റവും പെട്ടെന്ന് അബ്സോർവ് ആവുകയും ചെയ്യുന്ന ഒന്നാണ് അലോവേറ. സോ അലോവേറ നിറയെ പേരുടെയും വീട്ടിൽ കാണും. നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ തന്നെ ഒരു ചെറിയ അലോവേറ പ്ലാന്റ് നിങ്ങൾക്കൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റിലും തന്നെ നിറയെ അലോവേറ പ്ലാന്റ്സ് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് ഷൂട്ട്സ് വന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ലീവ്സ് കിട്ടുന്നതാണ്. അതിന് ഒരു മെയിൻ്റനൻസും വേണ്ട. നിങ്ങൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും അത് നല്ല ഭംഗിയായിട്ട് വളരും. കുറച്ച് നല്ല മൂത്ത കുറച്ച് പഴക്കമുള്ള അലോവേറ ലീഫിൽ നിന്നും ജെല്ലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ എല്ലാവരുടെയും വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു അലോവേറയുടെ ലീഫ് കാണിച്ചപ്പോൾ നിങ്ങളുടെ ഒന്നും വീട്ടിൽ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്ന് ചെറിയ ലീഫ് എടുത്തത്. സോ പറ്റുമെങ്കിൽ നല്ല കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അലോവേറ ലീഫ് എടുക്കാൻ നോക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ജെല്ലിനൊക്കെ ഒരു കൺസിസ്റ്റൻസി, ഒരു തിക്നെസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ നന്നാവും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയ ആ ഒരു റെമഡീസ് നിങ്ങൾ ചെയ്തു നോക്കുക. അതൊക്കെ വളരെ നല്ലതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഈ ലോകത്തിലുള്ളൂ എന്നുള്ള കാര്യം. നിങ്ങൾ മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യരുത്. ഒരിക്കലും നമ്മളെ ഏജിലുള്ള ബാക്കിയുള്ളവരെ കണ്ടില്ലേ, അവരങ്ങനെ ആയിരുന്നല്ലോ, ഇവരിങ്ങനെ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഞാൻ ഇങ്ങനെ ആയല്ലോ, അങ്ങനൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ്. നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് നിങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള ഫീച്ചേഴ്സ്, നിങ്ങളുടെ ഫേസിലുള്ള നല്ല ഭംഗിയുള്ള കണ്ണുകളോ ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കി അനലൈസ് ചെയ്ത് ഒന്ന് ആസ്വദിക്കുക. നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുക. എത്ര പേർ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നുണ്ട്? ചുമ്മാ അങ്ങ് നിങ്ങൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് ആകത്തില്ല. നമ്മൾ എത്ര പേര് നമ്മളെ ശ്രദ്ധിക്കുന്നു? നമ്മൾ ഒഴിവ് കഴിവുകളാണ് പറയുന്നത്. ഇല്ല, വീട്ടിലെ കാര്യം നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, അത് നോക്കണം, ഇതൊക്കെയും എക്സ്ക്യൂസസ് ആണ്. ഓക്കെ, നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോഴാണ് നമ്മൾക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് വരും. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങളെന്നും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നു. ലോകത്തിൽ നടക്കുന്ന ആവശ്യമില്ലാത്ത കുശുമ്പും കുന്നായ്മകളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഉണ്ടാവുക.
സെൽഫ് ലവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുമ്പോഴും എല്ലാം തന്നെ നിങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ ചർമ്മം ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ മുടി ശ്രദ്ധിക്കുന്നു, നിങ്ങൾ പ്രസൻറ്റബിൾ ആകാൻ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ ദ ബെസ്റ്റായിട്ട് ലോയലായിട്ട് പ്രസൻറ്റബിൾ ആകാൻ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ലോകത്തിൽ ബാഹ്യമായിട്ട് നടക്കുന്ന ആവശ്യമില്ലാത്ത നമ്മളെ തേടി വരുന്ന ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെയുള്ള ഒരാളിലേക്ക് ഈ ലോകത്തിൽ നടക്കുന്ന പോസിറ്റിവിറ്റി മാത്രമേ അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നെഗറ്റീവോടെ ചിന്തിച്ചിട്ട് നിങ്ങൾ സ്കിൻ കെയർ ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്താലും ഒരു 1/4 റിസൾട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് വളരെ പോസിറ്റിവിറ്റിയോടെ നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം പോസിറ്റിവിറ്റി ഡിവൈനായിട്ടും കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഈ സ്കിൻ കെയറിൻ്റെ ഫലമായിട്ടും കിട്ടുന്നുണ്ട് എന്ന് നമ്മളുടെ വിഭൂതിയുടെ ക്രീമൊക്കെ ഇടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഏറ്റവും കൂടുതൽ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ നമ്മൾ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഫേസിൽ റിഫ്ലക്റ്റ് ആവും. ഇനി എത്ര തന്നെ സുന്ദരിയാവട്ടെ, നല്ല സ്കിന്നാവട്ടെ, എന്തൊക്കെ ആവട്ടെ, നമ്മളുടെ ഉള്ളിൽ ഒരു ചെറിയ ഒരു എന്താ പറയുക, പഞ്ചം എന്ന് പറയും തമിഴിൽ, ചെറിയ ഒരു വിഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഫേസിലോ കണ്ണിലോ ഐബ്രോസിലോ ഒക്കെ റിഫ്ലക്റ്റ് ആവും. അങ്ങനെ ഒന്നുമല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും ആദ്യം അറിയുന്നത് നമ്മൾ തന്നെയാണെന്നും നമ്മൾ പറയുന്നത് ഏറ്റവും ആദ്യം കേൾക്കുന്നത് നമ്മൾ തന്നെയാണെന്നും മനസ്സിലാക്കുക. ഒരിക്കലും അത് മറ്റുള്ളവരെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ പോലും അതിനൊന്നും നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലോകത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മളെ ശ്രദ്ധിക്കുക, നമ്മളുടെ കുട്ടികളെ ശ്രദ്ധിക്കുക, വീട്ടുകാരെ ശ്രദ്ധിക്കുക, ഹസ്ബൻഡിനെ ശ്രദ്ധിക്കുക. ഇതൊക്കെയും അവർക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കരുത്. നമുക്ക് വേണ്ടിയാണ്, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്വയം സന്തോഷം കണ്ടെത്താനും നമ്മളുടെ സ്കിന്നിൽ അത് റിഫ്ലക്റ്റ് ആകുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ നിങ്ങൾ സ്കിൻ കെയർ കൂടെ ചെയ്യുമ്പോൾ ഡബിൾ ആയിരിക്കും അതിൻ്റെ എഫക്റ്റ് നിങ്ങളിലേക്ക് കാണുക. ഇതെനിക്ക് പറ്റില്ല, അതെനിക്ക് പറ്റില്ല, എനിക്കിത് ശരിയാവില്ല, അലർജിയുള്ള സാധനങ്ങൾ മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ചിന്തകളെക്കുറിച്ചാണ് പറയുന്നത്. ചിന്തകൾക്കും സ്കിൻ കെയറിനും സൈക്കോളജിക്കും ഒക്കെ ഒരുപാട് ബന്ധമുണ്ട്. ഞാനൊരു വീഡിയോ അതിനെക്കുറിച്ച് മാത്രമായിട്ടിടാം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൈക്കോളജി ആൻഡ് സ്കിൻ കെയർ. സോ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. സോ അത് വളരെ നല്ലതാണ്. നമ്മൾക്കുള്ള എന്തെല്ലാം വിഷമങ്ങൾ, ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമൊന്നും ആയിരിക്കത്തില്ല ലൈഫ്, സന്തോഷം മാത്രമുള്ള ആരും ലോകത്തിലില്ല അല്ലേ. അപ്പം നമ്മൾക്ക് അതിനെയും സ്കിൻ കെയർ ചെയ്ത് അല്ലെങ്കിൽ അതും സൈക്കോളജിയായിട്ട് എന്താണ് ബന്ധം, എങ്ങനെയാണ് ഇത് ഇങ്ങനെ എന്താ പറയുക ജോയിനായി കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ദിവസം സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ സ്കിൻ കെയർ ചെയ്ത് നോക്കൂ. സ്കിൻ കെയർ ചെയ്യുന്നത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ കാണണം. നിങ്ങൾ എന്തോ വലിയത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് ചെയ്യുക. നിങ്ങളൊരു ക്യൂനാണെന്ന് വിചാരിക്കുക, നിങ്ങളൊരു ഹീറോയിനാണെന്ന് വിചാരിക്കുക. എവ്രിവൺ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളുടെ ലോകത്തിൽ നമ്മൾ രാജകുമാരി തന്നെയാണ് അല്ലേ. മറ്റുള്ളവരത് അംഗീകരിച്ച് തരണമെന്നൊന്നുമില്ല. മറ്റുള്ളവരാരാണ് അംഗീകരിച്ച് തരാൻ? ശരിക്കും പറഞ്ഞാൽ അവരാണോ ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലാക്കുന്നത്? നമ്മൾ മാത്രമാണ്. നമ്മളെക്കുറിച്ച് അറിയാവുന്നത് നമ്മൾക്ക് മാത്രമാണ്. അപ്പം മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല. അവർ അഡ്മയർ ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ഹാപ്പി. ഓക്കെ, അവിടെയും ഒരുപാട് സന്തോഷിക്കേണ്ട ആവശ്യമില്ല, ദാറ്റ് ഈസ് ഫൈൻ. ഓക്കെ, അതുപോലെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുക. നല്ലവണ്ണം അറിഞ്ഞ് ചെയ്യുക. ഇതെന്താണ്, ഇതിങ്ങനെയാണ്, അങ്ങനെയാണ് എന്നുള്ള ആവശ്യമില്ലാത്ത എക്സൈറ്റ്മെൻറ്റ് കയറിയിട്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക, തെറ്റായിട്ടുള്ള സ്കിൻ കെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടന്റുമായി കാണാം. നമ്മളെ ടേക്ക് കെയർ.